തീർന്നിട്ടുണ്ട്. പക്ഷേ എന്നൊക്കെ ഈ സമൂഹത്തിനൊരാവശ്യം വരുന്നുണ്ടോ, അതിലെൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകളോ സഹായങ്ങളോ വേണമെന്നുണ്ടോ, യു ആർ ഓൾവേസ് വെൽക്കം. ഏത് ആരായാലും, ജനമായാലും അച്ഛനായാലും ആർക്കായാലും ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പാപിയും ബലഹീനനും അയോഗ്യനുമായ എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിരന്തരം ഓർക്കണം. എവിടെയാണോ ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് അവിടെ ദൈവജനത്തിന് വേണ്ടി നന്മ ചെയ്യാൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷവും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് വിധേയരായി ജീവിക്കാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ സഭാധന്യരെ ശക്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വലിയ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി കുരിശിന്റെ മാർഗത്തിലൂടെ അനുദിനം മുന്നേറാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധപിതാവ് മാർ ലിയോ 14 പാപ്പയുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവ് രഥദിഷ്ണുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരിയെ നിങ്ങൾ കയ്യൊപ്പിനായി തലകുണിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യും. കർത്താവെ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവെപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത് ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുതിരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. മോചനമേകാൻ നീ
പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധായ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായിൽ തറയ്ക്കപ്പെട്ടവരും മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സായികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പോലീത്താന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആദരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന്റെ രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം എന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. എല്ലാവരും നേരിട്ട് ചൊല്ലാവോ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും ദുഷ്ടതയിലും അസൂയയിലും അസൂയയിലും വഞ്ചനയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് ദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും തമ്മിൽ മറ്റെല്ലാവരോടും മറ്റെല്ലാവരോടും സ്നേഹവും സ്നേഹവും ഐക്യവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. ഞങ്ങളിൽ ഉളവാക്കണം. വിശുദ്ധവും വിശുദ്ധവും സജീവവുമായ സജീവവുമായ ഈ തിരുകർമ്മം ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കാൻ പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആത്മധൈര്യം ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരമരൂപികളുമായ
ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരനെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ലോകം മുഴുവനു വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നദ്ധിയിൽ അർപ്പിക്കുന്നു. മക്കളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകളൊക്കെ ഒന്ന് കുപ്പിപ്പിടിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്കു നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവൻ, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നദ്ധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശംശാനമാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നദ്ധിയിൽ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേൻ, സമാധാനം നമ്മോടുകൂടെ. നമുക്കെല്ലാവർക്കും കൈകൾ കൂപ്പി തല കുമ്പിട്ട് ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന അപ്പത്തിലും വീഞ്ഞിലും പരിശുദ്ധാത്മാവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ മീതെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, സ്ഥൈര്യലേപനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഉജ്ജീവിപ്പിക്കണമെന്ന്. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ
അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്ന പോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളുടെ കരുണ കാണിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങനെ സ്നേഹത്തിന്റെ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയാ എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിന് മുൻപിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകളെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ഈ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ ഉളവാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സൗരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സ്വലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാമോചനയും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും ഉദ്ദേശത്തു നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ,
കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. വിശുദ്ധീകരിക്കുന്ന രഹസ്യവും അമൂല്യമായ രക്തവും നൽകപ്പെടുന്നു. നമുക്കെല്ലാവർക്കും സകലത്തിന്റെയും നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കാം. കടങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി ഇതാ സകല ജനതകൾക്കും സ്വർഗീയപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവരഹസ്യത്തെ സമീപിക്കുകയും മാലാഖമാരോടൊത്ത് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, പാവങ്ങൾ മോചിച്ച് ജീവൻ പ്രദാനം ചെയ്യുന്ന ഈ രഹസ്യത്തിൽ പങ്കുകാരാകുവിൻ. ഇത് ജീവൻ മറന്നിരിക്കുന്ന വലിയ രഹസ്യമാകുന്നു. അർഹതയുള്ളവന് ഇതെല്ലാം നന്മകളും നൽകുന്നു. നമ്മെ ശുദ്ധീകരിക്കുകയും നമുക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്ന ഈ ദാനം നിർമ്മല ഹൃദയത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവാളിന്നിൽ നിറഞ്ഞിടുവാൻ
നീ വരും നേരമൻ ജീവിതം സർവവും അലിവഴും സ്നേഹത്തിൽ നിറവായിടും. സ്നേഹം ചൊരിഞ്ഞിടാൻ ഓസ്തിരൂപാനീ വന്നു വാണിടാൻ മനസ്സാകുമോ? ഓ എൻ യേശുവേ, ഓ എൻ ജീവനേ, ആയൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. ആദിയും വ്യാധിയും ഉള്ളിലും െങ്കിലും അരികിൽ നിൻ സാന്നിധ്യം മാത്രം മതി. ഭാരം വഹിച്ചെന്നും ഞാൻ തളരുമ്പോ എന്നെ താങ്ങിടാൻ നീയുണ്ടല്ലോ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനേ, ആയൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനേ, ആയൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച തിരു ശരീരവും പാനം ചെയ്ത തിരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ
കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നദ്ധയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ യേശുവേ, പീഡാസനം വഴി മരണത്തെ കീഴടക്കിയ ആരാധനാ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനം കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെ കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർദ്ദരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിൽ നിന്നുള്ള ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾ എല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മക്കളെല്ലാവരും ഒന്ന് കൈകൾ കൂപ്പി പിടിച്ചേ. എല്ലാവരും എഴുന്നേക്ക്, ചാടി എഴുന്നേക്ക്. വെരി ഗുഡ്. ഫൈനൽ ബ്ലെസ്സിങ്ങിൻ്റെ സമയമാണേ. എല്ലാവരും എഴുന്നേറ്റ് കൈകളൊക്കെ കൂപ്പി പിടിച്ച് മിടുക്കരായിട്ടിരിക്കും. കർത്താവായ ദൈവമേ, തിരുവചനത്തിലൂടെ വിശുദ്ധ കുരിശിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് അങ്ങയുടെ നാമം മുഖത്തുപെടുത്താനും അങ്ങയുടെ വചനം പ്രഘോഷിക്കാനും ബലഹീനരായി ഞങ്ങൾക്ക് ശക്തി നൽകി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരാൻ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ക്രിസ്തുല ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാ. നാഥൻ തൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഠകളെങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ
കൃപയും ശക്തിയുമരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ ഭൂവിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും സംരക്ഷണവും ചിരകാലം. ജീവനെഴും തിരുശ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങേദാസന്മാരായ വൈദ്യർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസ്വഭാവത്തിന്റെ മൗഢവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാവരും ധരിക്കുക. എല്ലാവരുടെയും എൻ്റെ ഫെറി പോകുന്നതിന് മുമ്പേ അച്ഛനോട് സമയമുണ്ടല്ലോ, അച്ഛൻ 2 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം അച്ഛൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സ്നേഹമുള്ളവരെ, നമുക്കിന്ന് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. ബഹുമാനപ്പെട്ട ജിനോ അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരുപക്ഷെ അച്ഛൻ ദൈവിക പദ്ധതിയെക്കുറിച്ചൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തി. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, അച്ഛനിലൂടെയാണ് നിങ്ങളുടെ സ്വപ്നം കണ്ട ആ വലിയ കാര്യം, ആ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. അച്ഛൻ്റെ കൂദാശകർമ്മത്തിന് അന്ന് ഇവിടെ നമ്മോടൊപ്പം ആയിരിക്കാൻ സാധിച്ചില്ലെങ്കിലും ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവിടെ വരികയും നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തു. അച്ഛനുണ്ടായിരുന്ന 3 വർഷം, ഇപ്പോൾ 4 വർഷക്കാലമായി അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം 4 വർഷം ഇപ്പോൾ ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടു. ഈ 4 വർഷവും അതിൻ്റെ പൂർണ്ണതയിൽ അച്ഛനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അഭിനന്ദ പിതാവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അത് ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതുപോലെ തന്നെ ഇവിടുന്ന് പോയിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ പള്ളിയുടെ കാര്യത്തിന് വേണ്ടി മേടിക്കുന്നതിനും അത് നവീകരിക്കുന്നതിനും വേണ്ടിയും ഏറ്റവും അധ്വാനിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. അച്ഛൻ ഈ സമൂഹത്തിന് ചെയ്തിരിക്കുന്ന എല്ലാ നന്മ പ്രവൃത്തികളും അച്ഛൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്മയാണ് നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് പുറത്തു വരിക. അതുകൊണ്ട് എപ്പോഴും പോർട്സ്മൗത്തിനോടുള്ള ആ സ്നേഹം, ലിവർപൂൾ പോലെ തന്നെ ഇപ്പോൾ അച്ഛനും പോർട്സ്മൗത്തും പറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് അപ്പോൾ അത് നിങ്ങളോടുകൂടെ അല്ലേ, പോയപ്പം അത്ര ഇല്ല, പക്ഷേ ഇപ്പം ആ ഒരു എന്താണ് അത് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ആ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ. അപ്പോൾ അച്ഛൻ്റെ ഹൃദയത്തിൽ ഇതിലൂടെ ആഗ്രഹിച്ച രീതിയിൽ ഹൃദയത്തിൽ അച്ഛൻ അതിനെ വഹിച്ചുകൊണ്ട് ഇനി ഉറപ്പാണ് എവിടെയൊക്കെ പോയാലും അച്ഛൻ പോർട്സ്മൗത്തിൻ്റെ കാര്യം പറയുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അത്രമാത്രം നിങ്ങളുടെയൊക്കെ സഹകരണമാണ് തീർച്ചയായിട്ടും അച്ഛൻ എവിടെയെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്നേഹം അച്ഛൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്ദി പ്രകടനമൊന്നും അല്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് വരികയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ എന്തൊക്കെ ഈ ഒരു ദേവാലയം പൂർത്തീകരിക്കുന്ന ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പൂർത്തീകരിക്കപ്പെട്ട് തീരണമെന്നൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നേതൃത്വം നൽകി തക്കതായ നേതൃത്വം നമുക്കറിയാമല്ലോ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കുമ്പോഴും നല്ലൊരു നേതൃത്വം ഉണ്ടാകുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനാ വന്നെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഉചിതമായ സമയത്ത് അച്ഛൻ വന്നു. അപ്പോൾ എല്ലാവരുടെയും പേരിൽ സ്നേഹബഹുമാനപ്പെട്ട ജിനോ അച്ഛൻ ഈ ഇടവകയ്ക്ക് ചെയ്തു തന്നിരിക്കുന്ന എല്ലാ നന്മ പ്രവൃത്തികളെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ
ഇടവകയുടെ പേരിൽ അച്ഛന് ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സെൻറ്റ് ഹെലൻസിലും പിന്നീടും തുടർന്നും അച്ഛന് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുപോലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ആരോ അങ്ങനെ ഒരു ഫേസ്ബുക്കിൽ കണ്ട അച്ഛൻ്റെ ഒരു നല്ലൊരു ചുമന്ന നമ്മുടെ കഴിഞ്ഞ എനിക്കൊന്ന് ഹോളി ക്രോസിൻ്റെ തിരുനാളാണെന്ന് തോന്നുന്നു റെഡിട്ട ഒരു കണ്ടിട്ടുണ്ടാകുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് പ്രിൻറ്റ് ചെയ്യാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് നമ്മുടെ കൈക്കാരന്മാർ നമ്മുടെ ചർച്ച് കമ്മിറ്റി പ്രൊജക്റ്റ് ടീം അതവർ തയ്യാറാക്കി വിട്ടപ്പോൾ എല്ലാവരുടെയും പേര് അച്ഛനായിട്ട് അത് പ്രിൻറ്റ് ചെയ്യുന്ന ഉറപ്പില്ല, അതുകൊണ്ട് ഞങ്ങൾ തന്നെ പ്രിൻറ്റ് ചെയ്ത് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പേരിൽ ആ ഒരു ഫോട്ടോ അച്ഛനൊരു സ്നേഹത്തിൻ്റെ ഉപകാരമായിട്ട് എല്ലാ നമ്മുടെ ആരാണ് വിചാരിക്കുന്നത് ബൈച്ചേട്ടനും മനീഷ ഒന്നുമില്ല, ഒരു ഫോട്ടോ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തെന്നുള്ളൂ, അതുകൊണ്ട് കൂടുതൽ പ്രതീക്ഷിക്കരുത്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം ജിനോച്ചൻ നമുക്കും ഈ ദേവാലയത്തിനും എത്രമാത്രം വേണ്ടപ്പെട്ട ഒരാളാണ്, പ്രിയപ്പെട്ട ഒരാളാണ്. കാരണം നമ്മൾ ഈ സ്വപ്നം കണ്ടത് 2019 സോ മൈ ചർച്ച് മൈ വിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്യാമ്പയിൻ ആരംഭിച്ചു. ആ ക്യാമ്പയിന് തുടക്കം കുറിച്ച് ഒരുപക്ഷെ രാജേഷ് അച്ഛനാണ്, പക്ഷെ അതിനൊരു പുതിയ ഒരു ലീസ് ഓഫ് ലൈഫ് നൽകിയത് തീർച്ചയായിട്ടും ജിനോച്ചൻ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ 2019 മുതൽ ഈ പ്രോജക്റ്റിനോടൊപ്പം നിൽക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു, അതിനൊരു ഉപകരണമാക്കി മാറ്റി. ഞാൻ ഈ നിമിഷത്തിൽ വളരെ കൃതജ്ഞതയോടുകൂടിയും നന്ദിയോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിലെഴുതിയിരിക്കുന്ന വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിൽ ഉരുത്തിരിയുന്ന വാക്കുകളാണ്. ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി നന്ദിയോടുകൂടി ഇത് ഞാൻ അച്ഛന് ഞങ്ങളുടെ കമ്മിറ്റി സമർപ്പിക്കുകയാണ്. വിത്ത് ഡീപ്പ് ഗ്രാറ്റിറ്റ്യൂഡ് to Reverend Father Gino Arikat. Your vision, far-sightedness, and deep trust in God's guidance have led our community to achieve a lifelong dream, the blessing of Our Lady of the Nativity Church, our own place of worship. Through your prayerful leadership, selfless dedication, and unwavering faith, you have not only built a church of stone, but also strengthened the living church within us. With love and prayers, the church project committee and the parish community. ഒരു കാര്യം കൂടെ സംസാരിക്കുമായിരിക്കും. അടുത്ത ശനിയാഴ്ചയാണ് നമ്മുടെ പാരീഷ് കലോത്സവം. അപ്പോൾ 9:00 കുർബാനയ്ക്ക് ശേഷം നമ്മൾ ആരംഭിക്കുന്നു. പേര് കൊടുത്തിരിക്കുന്ന എല്ലാവരും വരണം. 5 രൂപയാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ്. ഉച്ചയ്ക്ക് നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫുഡ് സെയിൽ അതിനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരെയും അടുത്ത ശനിയാഴ്ചത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബുധനാഴ്ച പാദ്രി പിയോടെ തിരുനാളാണ്. അപ്പോൾ അന്ന് നമ്മൾ വൈകുന്നേരം ആഘോഷമായ കുർബാന ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വികാരിച്ച ഇതിൻ്റെ പുറകിലെ കറുത്ത കരങ്ങയുടെയാണോ? അവസാനത്തെ ആണിയടിച്ച് പിണ്ടം വെച്ച് പോലെ ഇങ്ങോട്ട് തീർന്ന് താങ്ക്സ് ഒക്കെ പറഞ്ഞങ്ങ് വിട്ടതാണോ? താങ്ക് യു അച്ഛാ. ജോണച്ചാ ഈ കഴിഞ്ഞൊരു വർഷമായിട്ട് എല്ലാ കാര്യത്തിലും നേതൃത്വം കൊടുക്കാനും കാര്യങ്ങൾക്കെല്ലാം അച്ഛൻ്റെ വലിയൊരു സ്നേഹവും സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് അവിടെ ഒത്തിരി ദൂരെ നിന്നാണെങ്കിൽ പോലും അത് മനസ്സിലാക്കാനും സ്നേഹപൂർവ്വം അതിനോടൊക്കെ സഹകരിക്കാനും നേതൃത്വം കൊടുക്കാനും നിങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടാനൊക്കെ അച്ഛൻ്റെ വലിയൊരു സഹകരണവും സ്നേഹവും ധാരാളമായിട്ടുണ്ടായിരുന്നു. അച്ഛന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഒന്നും പറയാതെ പോകണം, ഇതൊന്നും മേടിക്കരുത് എന്നൊക്കെ വെച്ചിട്ടാണ് വന്നത്. എനിക്കറിയത്തില്ല അതേത് സമയം കൊണ്ടാണ് ചെയ്തു വെച്ചെന്നുള്ളത്. പക്ഷേ താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ഞാൻ എപ്പോഴും ഇത് എൻ്റെ പ്രധാന മുറിയിൽ തന്നെ സൂക്ഷിച്ചു വെച്ചുകൊള്ളാം. എപ്പോഴും നിങ്ങളെ ഞാൻ ഓർത്തുകൊള്ളാം. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ഞാൻ നമ്മളുടെ 2023 ഈ ഡിസംബർ മാസത്തിലൊരു പൊതുയോഗത്തിലാണ് നമ്മൾ ഈ പള്ളിയിലോട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് ഒരു തീരുമാനം എടുക്കുന്നത്.
അന്ന് മുതൽ കൂടെ ഉണ്ടായിരുന്നവരാണ് ഈ ഇപ്പോൾ ഒന്ന് കണ്ട ആൾക്കാരെല്ലാം. നമ്മുടെ ചർച്ചിനെ ഒരു വിഷനായി കണ്ട് അതൊരു മിഷനാക്കി മാറ്റണമെന്ന് ഓർത്തുകൊണ്ട് കൂടെ നിന്നവരാണ്. ജെയ്സൺ ചേട്ടനെ പ്രത്യേകം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുക. എനിക്ക് തോന്നണേ കഴിഞ്ഞൊരു 8 മാസത്തിൽ ഒരു ദിവസം 5 പ്രാവശ്യമെങ്കിലും വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം വെഞ്ചിരിപ്പ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആൾ എന്നെ തിരിച്ചു വിളിച്ചു. മിസ്സിങ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ, ഇതുവരെ കിട്ടിയിരുന്ന ഫോൺ കോൾ കിട്ടുന്നില്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും. എനിവേ താങ്ക് യു ജെയ്സൺ ചേട്ടാ. അതുപോലെ തന്നെ എൻ്റെ കൈക്കാരന്മാരായിരുന്ന ബൈജു ചേട്ടൻ, മോനിച്ച ചേട്ടൻ, ജിതിൻ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാട്ടോ നിങ്ങളോടുള്ള നന്ദി ഇപ്പോഴും ഉണ്ട്. പിന്നെ പുതിയ കൈക്കാരന്മാരായിട്ടുള്ള ഷാജേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു നിയോഗം പോലെ എനിക്ക് തോന്നണേ. ഞാനിവിടെ ഇല്ലായിരുന്നു, പക്ഷേ ഒരു സമയത്ത് 2019 ഈ പള്ളിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് അത്രയേറെ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ അത്രയേറെ എതിർപ്പുകൾ വരുന്ന സമയത്ത് എനിക്ക് തോന്നുക സമൂഹം തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, ഷാജുവേട്ടനാണ് അതിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് വേണം എന്നുള്ളൊരു കാര്യം ആദ്യമായിട്ട് പറഞ്ഞത്. അതിനെ നമ്മുടെ സിന്ധു ചേച്ചിയും മറ്റ് ബാക്കിയെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ്. വളരെ നിയോഗമെന്നോണം ഇതിൻ്റെ വെഞ്ചിരിപ്പിൻ്റെ സമയത്ത് കൈക്കാരനായിട്ട് ഷാജേട്ടനുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന കുരിശിൻ്റെ വഴി ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ഇതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ആർട്ടിസ്റ്റിക്കായിട്ട് മറ്റ് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന പോലെ നമുക്ക് നോക്കാം എന്നിരിക്കുമ്പോഴാണ് ഷാജേട്ടൻ്റെ അളിയൻ വരച്ച 1-2 പടങ്ങൾ എന്നെ കാണിച്ചു തന്നെ. ഞാൻ അന്ന് തന്നെ അവിടെ വെച്ച് തന്നെ അളിയനെ വിളിച്ച് ഇത് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഷാജേട്ടൻ്റെ അളിയൻ ചെയ്ത പടങ്ങളാണ് ഈ ഇരിക്കുന്ന കുരിശിൻ്റെ വഴിയുടെ ചിത്രങ്ങളെല്ലാം. ഷെഫിയുടെ കൊച്ചിൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് പോണ സമയത്താണ് ഞാൻ ആ നേരിട്ട് കാണുന്ന പെന്തക്കുസ്തായുടെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇത് വെക്കണം എന്ന ചിന്തയോടെ അന്ന് മേടിച്ചതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഒരു അച്ഛൻ മരിച്ചത്, സുരേഷ് അച്ഛൻ, ഒരു 33 വയസ്സിൻ്റെ അനിയനാണ്. അവൻ്റെ അപ്പച്ചനാണ് ഈ ഇരിക്കുന്ന നമ്മളുടെ. ഇതിവിടെ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു കേട്ടോ. ഈ അൾത്താര, ബലിപീഠം, ഇത് കസേരകൾ, രൂപക്കൂടുകളൊക്കെ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. നമ്മുടെ പലരുടെ വീടുകളിലായിരുന്നു ഇരുന്നിരുന്നത്, ഈ പണി തീരാതെ എടുക്കാൻ പറ്റാതെ. അദ്ദേഹം പണിതാണ്, ലിവർപൂളിലെ പള്ളിക്കും അദ്ദേഹം തന്നെ പണിതാണ്. അപ്പോൾ ഈ കുരിശ് രൂപം അദ്ദേഹം പണിതാണ്. ഇത് രണ്ടും നമ്മൾ വേറെ മേടിച്ചതാണ്. ഞാനത് പറയാൻ കാരണം വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും ദൈവം ഒരുക്കിയ ഉപകരണങ്ങളായിട്ട് ഇവരൊക്കെ നമ്മുടെ ഇടയിൽ ജീവിക്കും. അപ്പോൾ അവരുടെയൊക്കെ മുൻപിൽ അവർക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെന്നും മറക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കൂടെ ഡുഡു ഉണ്ട്, പിന്നെ നമ്മളുടെ ഷിബുചേട്ടനുണ്ട്, കാറ്റഗിസം ഹെഡ് ടീച്ചറായിട്ട് ടോയ് ചേട്ടനുണ്ട്, ഡെപ്യൂട്ടീസായിട്ട് ലിൻഡു ചേച്ചിയും സജിത്തുണ്ട്, പിന്നെ നമ്മുടെ പഴയ ഹെഡ് ടീച്ചർ ആനണി ചേട്ടൻ. ഇവരൊക്കെ നന്ദിയോടുകൂടി ആയിരിക്കും. വല്ലാത്തൊരു വലിയൊരു സഹകരണമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ പണിയാനൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതലൊരു വലിയൊരു ബാധ്യതയായിട്ട് നമുക്ക് തോന്നിയിരുന്ന ഒരു കാര്യമാണ് ഈ ഇലക്ട്രിക്കൽ വർക്കൊക്കെ. പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വെച്ചാൽ ഒരു കോട്ട് വന്നിട്ടുണ്ട് 55,000+ വാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു കോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം നമ്മളിതൊക്കെ ലോൺ എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ പെട്ടെന്ന് ഞാൻ തങ്കച്ചേട്ടനെ ഒന്ന് വിളിച്ചു. തങ്കച്ചേട്ടൻ പെട്ടെന്ന് ആനണി ചേട്ടൻ ഇവിടെയുണ്ട്, അതുപോലെ നമ്മുടെ വിഭു, അദ്ദേഹത്തോട് ചേർന്നവർ, അവരാണ് ഈ മുഴുവൻ ഇലക്ട്രിക്കൽ പണികളും അവരുടെ ജോലി സമയം കഴിഞ്ഞ് ഇവിടെ വന്ന് ചെയ്യാനായിട്ട് മെനക്കെട്ടത്. അതുപോലെ തന്നെ പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങളും മിക്കതും തന്നെ ചെയ്തത് ഷാജുവേട്ടനും ഇവരൊക്കെയാണ്. ഞാൻ ആരും വിട്ടു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ എങ്കിൽ തന്നെയും കുറച്ച് പേരുകൾ എനിക്ക് പറയണമെന്ന് തോന്നിയതിൻ്റെ കാരണം അവർ സമയം കിട്ടിയപ്പോൾ വന്നവരല്ല, സമയം ഉണ്ടാക്കി വന്ന് ഇതിനു വേണ്ടി അധ്വാനിച്ചവരാണ്. അതുകൊണ്ട് അതുപോലെ പുറത്തെ ഗാർഡനുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവരെല്ലാം നമ്മുടെ മുൻപിൽ മാതൃകയാണ്. അതുപോലെ നിങ്ങൾ വിമൻസ് ഫോർ ആയാലും മെൻസ് ഫോർ ആയാലും യൂത്ത് ആയാലും ഓൾട്ടർ സർവേഴ്സ് ആയാലും മക്കളെ നിങ്ങളതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് നിന്നിട്ട് അയൺ ചെയ്തിട്ട് കൊണ്ടുവരണം കേട്ടോ. ഈ പുതിയ പള്ളിയാണ്, പുതിയതായിട്ട് നിൽക്കണം അവിടെ. ഏറ്റവും നല്ല ടോപ്പായിട്ട് ടീച്ചേഴ്സ് ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നവർ അത് മേക്ക് ഷുവർ ചെയ്യണം. പുറത്തുനിന്ന് ഒരു അച്ഛൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലത്തെ ഒരു പള്ളിയും അവിടുത്തെ പോലെ ഒരു ആൾക്കാരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേണം ആൾക്കാർ ഇവിടെ നിന്ന് പോകാനായിട്ട്. അപ്പം അതിന് ഓരോരുത്തരും അതിനു വേണ്ടി മുൻകൈ എടുക്കുക. അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുക, കൊയറിനെയും മറ്റെല്ലാവരെയും. പിന്നെ ഇതിനു വേണ്ടി ദിനരാത്രങ്ങളിരുന്ന് പ്രാർത്ഥിച്ചവരുണ്ട് കേട്ടോ. ഞാൻ ജോജോ ബ്രദറിനെയും എൽ സി എച്ചിനെയും പ്രത്യേകമായിട്ടൊന്ന് ഓർക്കുക. കാരണം ഈ സ്ഥലത്ത് ഈ ഒരു സമയത്ത് വാൻഡലിസം നടന്ന സമയത്ത്
ഞാൻ ജോജോ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ആരാധന മാറ്റി സെൻറ്റ് സ്വീഡൻസിലോട്ട് പോകാമെന്ന് പറഞ്ഞു. കാരണം അവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലം അവിടെ കുറച്ചുകൂടി സേഫ് ആണല്ലോ എന്ന് ഓർത്തപ്പോൾ ജോജോ ബ്രദറാണ് പറഞ്ഞത്, അച്ഛൻ ഇവിടുന്ന് മാറ്റരുത്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആരാധന ഇവിടെ നടക്കട്ടെ, കാരണം ഈ സ്ഥലത്തിന് അത് അത്യാവശ്യമാണ്. അതിന് തുടർന്നാണ് പിന്നെ എല്ലാ ദിവസവും വേറെ ആരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും LCH കൃത്യമായിട്ട് ഇവിടെ ആരാധനയ്ക്ക് രാത്രി മുഴുവനായിട്ട് ഇരിക്കാനായിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു സഹനമുണ്ട്. പ്രാർത്ഥനയിൽ ഒത്തിരി പേര് നിങ്ങൾ ചേർന്നിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല പറയുന്നത്, നേതൃത്വം കൊടുത്ത് അവരെയൊക്കെ ഓർക്കുവാണ്. പിന്നെ ഒന്നര രണ്ട് കാര്യങ്ങൾ പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു ഏരിയ അവിടെ മനസ്സിൽ കണ്ടത്, കയറി വരുമ്പോൾ നിൽക്കാനുള്ളൊരു സ്ഥലം മാത്രമാണ്. കുർബാന സമയത്ത് ആർക്കും അവിടെ നിൽക്കാൻ അവകാശമില്ല, നിൽക്കരുത്. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫോയർ നടപ്പുര എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒരു ചാപ്പൽ ഇതുപോലെ നമ്മൾ ക്രമീകരിച്ചത് കരയുന്ന കുഞ്ഞുങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ അവിടെ പോയിരിക്കാനാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാമല്ലോ അല്ലേ? യെസ്, കേൾക്കാം. അപ്പോൾ അതുപോലെ അതിന് വേണ്ടിയിട്ടൊരു സംഭവം ഒരുക്കുകയാണ്. പിന്നെ ഇതെല്ലാം മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ആ റൂമിൻ്റെ കുറവ് കൊണ്ട് ആരും കുമ്പസാരിക്കാതിരിക്കരുത്. കൺഫെഷണൽ ഇത് അവിടെ ഫ്ലവർ റൂമായിട്ട് മാറ്റി കളഞ്ഞതാണ് അല്ലേ? ഫ്ലവർ റൂമോ എന്തോ സ്റ്റോർ റൂമൊക്കെ ആയിട്ട് മാറ്റിയത്. കാരണം കുമ്പസാരിക്കാൻ ഈ ആരുമില്ല. പിന്നെ എന്തിനാ അതെന്നൊക്കെ ഓർത്തുകൊണ്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി മാറ്റിയതാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ചതും അത് പൊളിച്ച് നല്ലൊരു, അത് പണ്ട് കുമ്പസാര കൂടെ ആയിരുന്നു കേട്ടോ, നമ്മൾ ആക്കിയതല്ല, മുൻപേ കുമ്പസാര കൂടെ ആയിരുന്നു. അത് വീണ്ടും നമ്മൾ അതങ്ങനെ ആക്കി വെച്ചതാണ്. ടോയ്ലറ്റുകളിലെ സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ക്യൂ നിന്ന് മടുത്തു. അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ കാണുന്ന ഒരു ടോയ്ലറ്റ് ഉണ്ട് ഡിസേബിൾഡ്, അത് മാക്സിമം ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. അതെപ്പോഴും ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് കിടന്ന് മറ്റ് സ്ഥലങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങനത്തെ ഒരു ക്ലെൻലിനെസ്സും കൂടി നമ്മളൊന്ന് പ്രാവർത്തിയാക്കണം. പിന്നെ ഞാൻ ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താ പറയുമോ, ഇനിയൊരു സാധ്യത ഇല്ല ഇങ്ങനെ വന്ന് പറയാനായിട്ട്. നമ്മൾ ഈ സമൂഹത്തിന് കൊടുത്തൊരു ഉറപ്പുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് സമൂഹം നമുക്കിത് തന്നപ്പോൾ ഈ സമൂഹത്തിന് കൊടുത്തൊരു ഉറപ്പുണ്ട്, ഒരു രീതിയിലും ഇവിടെയുള്ള ആരെയും നമ്മൾ പ്രോവോക്ക് ചെയ്യില്ല എന്നുള്ളത്. ശബ്ദ മലിനീകരണമായാലും മറ്റേത് കാര്യവും നമ്മൾ പ്രദക്ഷിണോ കാര്യങ്ങളൊക്കെ പുറത്തേക്കൊക്കെ നടത്തണേ, പക്ഷെ ചെണ്ടമേളങ്ങൾ കാര്യങ്ങൾ ഒഴിവാക്കുക. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യരുത്. ഇപ്പം എല്ലാ വീടുകളും ഞാൻ കാണുന്നുണ്ട് മറ്റു പതാകകൾ. ഞാൻ പറയും ഒരു പതാക നമുക്ക് ഇവിടെ ഇടണം. ഒരു പതാകയൊക്കെ അവിടെ ഒരു ഫ്ലാഗ് പോസ്റ്റൊക്കെ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് അല്ല, നമുക്കവിടെ പേപ്പിൾ ഫ്ലാഗാണ് വെക്കേണ്ടത്. പക്ഷെ എങ്കിൽ തന്നെയും നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും ഈ സമൂഹത്തോട് ഇടപഴകി ജീവിക്കുന്നവരാണ് എന്നുള്ളൊരു ബോധ്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും മാറണം എന്ന് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുക. വണ്ടികൾ പാർക്ക് ചെയ്യുന്ന കാര്യത്തിലായാലും ഇവിടെ നിർത്തി ആരും തന്നെ കുഞ്ഞുങ്ങളെ ഇറക്കാതെ നേരെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുക. അതിന് കുറച്ച് നേരത്തെ വരിക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ റോഡിലുള്ള ബ്ലോക്ക്, അതായിരുന്നു അവരുടെ ഒരു കൺസേൺ. നമ്മൾ കൗൺസിലിനെ സമീപിച്ച് കഴിഞ്ഞപ്പോൾ അവർ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിൻ്റെ ഒരു കാര്യം, ഇവിടെ മിക്ക ഞായറാഴ്ചകളും ഇവർ ഈ ബ്ലോക്ക് കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ നിർത്തി കുഞ്ഞുങ്ങളെ ഇറക്കി വിടുമ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ 9 മണിക്ക് കുർബാനയെങ്കിൽ 8:55 കഴിഞ്ഞ് ക്യൂ വേണമെങ്കിൽ അവിടെ പോൾസ് ഗ്രോ വരെ ഉണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ അത് ഈ സോഷ്യലി നമ്മൾ ചെയ്യുന്നൊരു ഉപദ്രവമാണ്. അവിടെ നേരെ കൊണ്ടുപോയി പാർക്ക് ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങളെ ഇറക്കി ഒരു 10 മിനിറ്റ് നേരത്തെ വന്ന് കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങി വിശുദ്ധ കുർബാനയ്ക്ക് അർപ്പിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അതുപോലെ പ്രിയപ്പെട്ട ചേട്ടന്മാരെ, ഒരിക്കൽ കൂടി എല്ലാ കാര്യത്തിനും നന്ദി പറയുകയാണ്. നിങ്ങളുടെ വലിയ സ്നേഹത്തിനും കൂടെ ആയിരുന്നതിനും എല്ലാം ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഞാൻ തന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ ആരംഭിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ 200 വീട്ടുകാരുണ്ടെങ്കിൽ 6000 പൗണ്ട് വെച്ച് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കടബാധ്യതകളെല്ലാം 5 വർഷം കൊണ്ട് തീരും എന്നുള്ളൊരു ഉറപ്പ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഉറപ്പ് ഞാൻ തന്നെങ്കിലും പാലിക്കേണ്ടതാരാ? നമ്മൾ ഓരോരുത്തരാണ്. അതും ഇന്ന് എനിക്ക് പറയാതെ വേണമെങ്കിൽ പോകാം, പക്ഷേ ഐ എം വെരി മച്ച് വറീഡ് അബൌട്ട് ദാറ്റ്. കാരണം ഓരോ വർഷങ്ങൾ കഴിയും തോറും ഇതിനുവേണ്ടി വളരെ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്തവർ 6000, 7000, 8000 ഒക്കെ കഴിഞ്ഞ് നിർത്താൻ തുടങ്ങുമ്പോൾ നമ്മളിതൊരു ബാധ്യതയായിട്ട് ആർക്കും മാറരുത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായി കണ്ട് ഓരോ വീട്ടുകാരും നിങ്ങൾക്കായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്, അച്ഛനത് വളരെ കൃത്യമാണ്. 5 ലക്ഷം പൗണ്ടാണ് നമ്മൾ രൂപതയ്ക്ക് കൊടുത്തിരിക്കുന്നത്. 4.25 ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, ഈ 6000 പൗണ്ട് വെച്ച് 200 വീട്ടുകാർ തന്നു കഴിഞ്ഞാൽ 1.2 മില്യൺ ആയില്ലേ, അപ്പോൾ 2 ലക്ഷം ബാക്കിയല്ലേ എന്നൊക്കെ ചിന്തിക്കും. നമുക്ക് ആ 4.25-ൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ട് ബാങ്കിൽ. അത് ഈ 5 വർഷം കൊണ്ട് അടയ്ക്കുമ്പോൾ 1 ലക്ഷം പൗണ്ട്, 5 വർഷം കൊണ്ട് അടച്ചാൽ 1 ലക്ഷം പൗണ്ട് കൊണ്ട് തീരും ഇൻട്രസ്റ്റ്. അത് ഓരോ വർഷം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നമുക്ക് എന്തൊക്കെ അതിനു വേണ്ടി ചെയ്യാവോ, ധാർമ്മികമായിട്ടും
നീതിപരമായിട്ടും ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതിലേറ്റവും കൂടുതൽ ഞാൻ പറയും, ഓരോരുത്തരും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കുക. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറവുള്ളത് കൊണ്ട് അത് മറ്റുള്ളവർക്കൊരു ബാധ്യതയാകരുത്. ഞാൻ ഉപയോഗിക്കുന്ന ഈ ദേവാലയം, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കാറ്റഗിസം പഠിക്കുന്ന ഈ ദേവാലയം, ഞാൻ ഈ പറയുന്ന 6000-ൽ 1 രൂപ കുറച്ചാൽ അത് വേറെ ആരെങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്യണം. എനിക്കറിയാവുന്നിടത്തോളം ഒരു 20 പേരെങ്കിലും ഇപ്പോൾ 7000-8000 പൗണ്ട് കഴിഞ്ഞു ഓൾറെഡി. അവർ നിർത്തിയിട്ടില്ല. കാരണം അവർക്ക് അതിനെപ്പറ്റി ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ്. കൊടുക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു 5 വർഷം കഴിയുമ്പോൾ ജോണച്ചനെ അധികം നിങ്ങൾ വിഷമിപ്പിക്കരുത്, അധികം കഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാം കൃത്യമായിട്ട് കാര്യങ്ങൾ. അതനുസരിച്ച് ചെയ്ത് അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈ അച്ഛൻ 3 വർഷമോ 6 വർഷം എത്ര വർഷം ഇവിടെ ഇരിക്കട്ടെ, പക്ഷെ അച്ഛന് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ബാധ്യതയും തീർത്ത് ഇത് നമ്മുടെ സ്വന്തമാണെന്നുള്ളൊരു ചിന്തയിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഞാൻ ഒരു പേര് പെട്ടെന്ന് മുഖം കണ്ടപ്പോൾ ഓർത്താണ്, സജീവൻ ചേട്ടൻ. സജീവൻ ചേട്ടനാണ് ഇത് നമ്മൾ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തൊക്കെ ഇതിൻ്റെ അല്ലേ ഭംഗിയായിട്ടുണ്ടല്ലോ അല്ലേ ചെയ്ത് തന്നിരിക്കുന്നത്. എഴുന്നേറ്റേക്കാം. മക്കളെല്ലാവരും കൈകൊപ്പ് പിടിച്ച്, എല്ലാവരും കൈകൊപ്പ് പിടിക്കും. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങളോട് ചേർത്ത് ദേവാലയത്തെയും ജോണച്ചനെയും മറ്റെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിച്ച് നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിൻസ് റീഡിംഗ് അല്ലേ, എല്ലാവരും ഒന്നിരിക്കുക. അത് കഴിഞ്ഞിട്ട്